ഒറിജനും സെൽസൂസും. 2-ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യൻ ദൈവശാസ്ത്രജ്ഞനായ ഒറിജൻ പാന്തേര ഒരു റോമൻ പടയാളിയായിരുന്നെന്ന് പറയുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഈ കഥ യേശുവിന്റെ ശത്രുക്കളുടെ കള്ളക്കഥയാണ്. ഇവിടെ ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് കോൺട്രാ സെൽസും എന്ന ഒറിജന്റെ ഒരു കൃതിയാണ്. ഇത് സെൽസൂസ് എന്ന ഒരു സറ്റയറിസ്റ്റിന്, ആക്ഷേപഹാസ്യകാരന് ഒറിജൻ നൽകുന്ന മറുപടിയാണ്. ഇതിൽ പറയുന്ന കാര്യങ്ങള് ഒറിജന്റെ അഭിപ്രായമല്ല, അത് സെൽസൂസ് പറഞ്ഞതാണ്. ഈ ആക്ഷേപങ്ങളൊക്കെ ഉന്നയിക്കുന്നത് സെൽസൂസ് ആണ്. സെൽസൂസിനുള്ള മറുപടിയാണ് ഒറിജൻ നൽകുന്നത്. അപ്പോൾ സെൽസൂസ് എന്താ പറഞ്ഞു അത് അങ്ങനെ തന്നെ കോപ്പി ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഉദാഹരണത്തിന് മനോജിന് ഞാൻ ഇവിടെ മറുപടി പറയുമ്പോൾ മനോജ് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അങ്ങനെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അല്ലേ? സെയിം തിങ്, അതേ കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇതാണ് അദ്ദേഹം പറഞ്ഞ കാര്യം. ജീസസ് വാസ് ദ സൺ ഓഫ് എ പോർ ജൂയിഷ് വുമൺ who made her living by spinning. She was driven out by her husband, a carpenter, after she was convicted of adultery with a certain soldier named Pandera. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. യേശു ഒരു പാവപ്പെട്ട നെയ്ത്തുകാരിയായ യഹൂദ സ്ത്രീയുടെ മകനായിരുന്നു. അവൾ പാന്തേര എന്ന് വിളിക്കപ്പെടുന്ന ഒരു പട്ടാളക്കാരനുമായി വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടതുകൊണ്ട് അവളുടെ ഭർത്താവ് അവളെ ഓടിച്ചു വിട്ടു. കോൺട്രാ സെൽസും 1:32. ഇത് ഒരു ശുദ്ധ സാഹിത്യമാണെന്ന്, ശുദ്ധ ആക്ഷേപ സാഹിത്യമാണെന്ന് വായിക്കുന്ന ആർക്കും പെട്ടെന്ന് മനസ്സിലാകും. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, മനോജ് പറയുന്നത് പോലെ യേശു ബൻ പന്തേര എന്നൊരു പ്രയോഗമേ ഇവിടെ ഇല്ല. ഒരു സർനെയിം പോലെ, യേശുവിന്റെ പിതാവിന്റെ പേര് സർനെയിം നിർമ്മൽ ജെയിംസ് എന്നൊക്കെ പറയുന്ന ഒരു സർനെയിം പോലെ അല്ല ഇവിടെ കൊടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും മറിയത്തിനെതിരെ ഇവിടെ ആക്ഷേപമുണ്ട്. പാന്തേര എന്ന ഒരു പട്ടാളക്കാരനുമായിട്ട് വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു, പിടിക്കപ്പെട്ടു, അങ്ങനെ ഉണ്ടായ കുട്ടിയാണ് യേശു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളുണ്ട്. പക്ഷെ അതൊരു സർനെയിമായിട്ട് യേശു ബൻ പാന്തേര എന്നൊരു പ്രയോഗമേ ഇവിടെ ഇല്ല. ഫുൾ വീഡിയോ എൻ്റെ തിയോലോജിക് യൂട്യൂബ് ചാനലിൽ കാണാവുന്നതാണ്. ഇവിടെ നമ്മൾ ക്രൈസ്തവ വിശ്വാസങ്ങൾക്കെതിരെ ഉയരുന്ന ചോദ്യങ്ങൾക്ക് യുക്തിസഹമായി മറുപടി നൽകുന്നതിനോടൊപ്പം നുണക്കഥകളെ പൊളിച്ചെടുക്കുകയും ചെയ്യുന്നതാണ്. എൻ്റെ ഈ ദൗത്യത്തിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. അതിനായി വീഡിയോ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ ആക്റ്റീവായി എൻ്റെ ഒപ്പം ചേരാനും നിങ്ങളുടെ സംശയങ്ങൾ നേരിട്ട് ചോദിക്കാനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാവുന്നതാണ്.